നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. അക്രമം അവസാനിക്കാതെ മണിപ്പൂർ. മെയ്തേ സംഘം 14 വീടുകൾക്ക് തീയിട്ടു. മലിനവായുവിൽ ശ്വാസം മുട്ടി ഡൽഹി. വായു ഗുണനിലവാരം 500-ന് മുകളിലെത്തി. 76ാമത് WME കൺവെൻഷൻ കരിയമ്പ്ലാവിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. താൻസി ഹോസ്പിറ്റലിൽ തീപിടുത്തം. 7 കുഞ്ഞുങ്ങളെ രക്ഷിച്ച യാക്കൂബ് മൻസൂരിക്ക് സ്വന്തം ഇരട്ടകളെ നഷ്ടമായി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൈമാറി. IPC എബനേസർ അജ്മാൻ ആൻഡ് എബ്രോൻ മെൽക്കോയിൻ 4ാമത് സംയുക്ത വാർഷിക കൺവെൻഷൻ. ഫെബ്രുവരി 6 മുതൽ എഴുമറ്റൂരിൽ ജനറൽ കൺവെൻഷൻ. ഡിസംബർ 5 മുതൽ നെടുങ്കണ്ടത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇടുക്കി സെൻട്രൽ കൺവെൻഷൻ. അബ്കോണും എക്സൽ VBSും ചേർന്നുള്ള ത്രിദിന ഓൺലൈൻ ക്യാമ്പ് ഡിസംബർ 16 മുതൽ. യൂലോ മിനിസ്ട്രീസ് ഇന്ത്യ വയനാട് ഗോസ്പൽ ഫെസ്റ്റ് 2025 ജനുവരി. അക്രമം അവസാനിക്കാതെ മണിപ്പൂർ. മെയ്തേ സംഘം 14 വീടുകൾക്ക് തീയിട്ടു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഒരു വശത്ത് കുക്കി വിമതരുടെ ഭീഷണിയും മറുവശത്ത് മെയ്തേ ഗ്രൂപ്പിന്റെ അക്രമാസക്തമായ പ്രതിഷേധവും കാരണം താഴ്വര സംസ്ഥാനമായ മണിപ്പൂരിലെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമാണ്. നവംബർ 11-ന് കുക്കി വിമതർ തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്ന മെയ്തേ ഗ്രൂപ്പിലെ 6 അംഗങ്ങളുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്തു. ഇതിൽ പ്രകോപിതരായ മെയ്തേ സംഘം തെരുവിലിറങ്ങി അക്രമത്തിലേർപ്പെട്ടു. കർഫ്യൂ ഉത്തരവ് ലംഘിച്ച് നവംബർ 18 തിങ്കളാഴ്ച ഇംഫാൽ ജില്ലയിലെ തെരുവിലിറങ്ങിയ മെയ്തേ സംഘം സർക്കാർ ഓഫീസുകൾ പൂട്ടി. കുക്കി ഗോത്രവർഗ സംഘടനയായ ഇന്ത്യൻ ട്രൈബൽ ലീഡേഴ്സ് ഫോറം പറഞ്ഞതനുസരിച്ച് 5 പള്ളികളും 1 സ്കൂളും പെട്രോൾ സ്റ്റേഷനും 14 വീടുകളും മെയ്തേ സംഘം തീയിട്ട് നശിപ്പിച്ചു. മണിപ്പൂരിൽ അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നവംബർ 13-ന് 3 FIRകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മണിപ്പൂരിൽ ഈയിടെ വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 20 CAPF കമ്പനികളെ വിന്യസിച്ചിരുന്നു. ഇനി 50 കമ്പനികൾ കൂടി ഈ വാരാന്ത്യത്തോടെ മണിപ്പൂരിലെത്തും. 35 CRPFും മറ്റ് കമ്പനികളും BSFിൽ നിന്ന് അയച്ചിട്ടുണ്ട്. മലിനവായുവിൽ ശ്വാസം മുട്ടി ഡൽഹി. വായു ഗുണനിലവാരം 500-ന് മുകളിലെത്തി. റിപ്പോർട്ടിലേക്ക്. നഗരത്തിലെ പലയിടങ്ങളിലും വായു ഗുണനിലവാരം 500-ന് മുകളിലെത്തിയതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഡൽഹി നിവാസികൾ. ദേശീയ തലസ്ഥാനത്തെ 35 മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ മിക്കവയിലും വായു ഗുണനിലവാരം 500-ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ദ്വാരകയിൽ 480-ആണ് വായു ഗുണനിലവാരം. ഇതേ തുടർന്ന് കാഴ്ചാപരിധി 200 മീറ്ററിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. കടുത്ത വായു മലിനീകരണം കാരണം ഡൽഹിയിലുടനീളം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. എല്ലാ പഠനങ്ങളും ഓൺലൈനിലേക്ക് മാറ്റുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അതിഷി പറഞ്ഞു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മറ്റ് ജീവനക്കാരുടെയും ആരോഗ്യം കണക്കിലെടുത്താണ് തീരുമാനം. 76ാമത് WME കൺവെൻഷൻ കരിയമ്പ്ലാവിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. 76ാമത് WME കൺവെൻഷൻ കരിയമ്പ്ലാവിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വേൾഡ് മിഷൻ ഇവാഞ്ചലിസം ദൈവസഭകളുടെ 76ാമത് ദേശീയ ജനറൽ കൺവെൻഷൻ 2025 ജനുവരി 20 മുതൽ 26 വരെ കരിയമ്പ്ലാവ് ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ നടക്കും. ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് V. ഫിലിപ്പ് അധ്യക്ഷത വഹിക്കുന്ന കൺവെൻഷനിൽ സഭകളുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ OM രാജുക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. കരിയമ്പ്ലാവ് ഹെബ്രോനിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ 101 പേരടങ്ങുന്ന കൺവെൻഷൻ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ലോക പ്രശസ്തരായ ദേവദാസന്മാർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. കൺവെൻഷനിൽ ബൈബിൾ സ്റ്റഡി, പൊതുയോഗം, ലേഡീസ് ഫെലോഷിപ്പ്, സമ്മേളനം, മിഷണറി കോൺഫറൻസ്, സ്നാന ശുശ്രൂഷ, സൺഡേ സ്കൂൾ ആൻഡ് യുവജന സമ്മേളനം എന്നിവ നടക്കും. കൺവെൻഷനോടനുബന്ധിച്ച് ഓർഡിനേഷൻ ശുശ്രൂഷ, WME ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ, സാംസ്കാരിക സമ്മേളനം, പെന്തക്കോസ്ത് ഐക്യ സമ്മേളനം എന്നിവ ഉണ്ടായിരിക്കും. പാസ്റ്റർ ജാൻസൺ ജോസഫ്, ജെറിൻ രാജുക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ കൊയർ ആരാധനകൾക്ക് നേതൃത്വം നൽകും. ഞായറാഴ്ച 9-ന് നടക്കുന്ന സംയുക്ത ആരാധനയ്ക്ക് കർത്തൃമേശയ്ക്കും പാസ്റ്റർ OM രാജുക്കുട്ടിയുടെ നേതൃത്വത്തിൽ 40 ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ നേതൃത്വം നൽകും. താൻസി ഹോസ്പിറ്റലിൽ തീപിടുത്തം. 7 കുഞ്ഞുങ്ങളെ രക്ഷിച്ച യാക്കൂബ് മൻസൂരിക്ക് സ്വന്തം ഇരട്ടകളെ നഷ്ടമായി. റിപ്പോർട്ടിലേക്ക്. 2 കുട്ടികളുടെ പിതാവായ യാക്കൂബ് മൻസൂരി താൻസി ഹോസ്പിറ്റലിന് പുറത്തായിരുന്നു. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വിനാശകരമായ തീ പടർന്നു. തൻ്റെ ഇരട്ട പെൺമക്കളും അവിടെ അഡ്മിറ്റായിരുന്നു. തീപിടുത്തം വ്യാപിച്ചതോടെ അദ്ദേഹം വാർഡിലെത്തി ധൈര്യപൂർവ്വം 7 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ധീരമായ പരിശ്രമങ്ങൾക്ക് സ്വന്തം ഇരട്ട പെൺമക്കളെ രക്ഷിക്കാനായില്ല. ധീരരെ ഭയപ്പെടുത്തിയ ഒരു വലിയ തീയാണിതെന്നും എൻ്റെ 2 പെൺമക്കളെയും എനിക്ക് നഷ്ടപ്പെട്ടുവെന്നും യാക്കൂബ് പറഞ്ഞു. ജനൽ തകർത്താണ് യാക്കൂബ് അകത്ത് കടന്ന് കുട്ടികളെ രക്ഷിച്ചത്.
തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാനും അതിന്റെ കാരണം കണ്ടെത്താനും അശ്രദ്ധയുണ്ടോ എന്ന് കണ്ടെത്താനും ഉത്തർപ്രദേശ് സർക്കാർ 4-അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൈമാറി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുനഃപരിശോധനയോടുകൂടി നിയമസഭയിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ 140 MLA-മാർക്കും നിവേദനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിൽ കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം കൈമാറി. കട്ടപ്പന PWD റെസ്റ്റ് ഹൗസിൽ പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാസ്റ്റർ സുരേഷ് പനക്കമുറി നിവേദനം കൈമാറി. ഇടുക്കി ജില്ലാ കളക്ടർ MLA-മാരായ MM മണി, വാഴൂർ സോമൻ, A രാജ, PJ ജോസഫ് എന്നിവർക്ക് നിവേദനങ്ങൾ കൈമാറി. വരുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിമാർക്കും ബാക്കിയുള്ള MLA-മാർക്കും ജില്ലാ കളക്ടർമാർക്കും നിവേദനങ്ങൾ കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IPC എബനേസർ അജ്മാൻ ആൻഡ് എബ്രോൻ ഉമ്മൽകോയിൻ 4ാമത് സംയുക്ത വാർഷിക കൺവെൻഷൻ. IPC എബനേസർ അജ്മാൻ്റെയും IPC എബ്രോൻ ഉമ്മൽകോയിൻ്റെയും ആഭിമുഖ്യത്തിൽ നവംബർ 28 മുതൽ 30 വരെ 4ാമത് സംയുക്ത വാർഷിക കൺവെൻഷൻ നടക്കും. 28-ന് വൈകിട്ട് 7:30 മുതൽ ഉമ്മൽകോയിൻ ചർച്ചിലും 29-30 തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ അജ്മാൻ ലൂലു ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള ഓഡിറ്റോറിയത്തിലുമാണ് കൺവെൻഷൻ നടക്കുന്നത്. റവറൻഡ് ജോൺസൺ ഡാനിയൽ, റവറൻഡ് വിൽസൺ ജോസഫ്, റവറൻഡ് അലക്സ് ജോൺ എന്നിവർ എഴുന്നേറ്റ് പണിയുക എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി വചനം ശുശ്രൂഷിക്കും. പാസ്റ്റർ തോമസ് ജോൺ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകും. ചർച്ച് കോയർ ഗാനശുശ്രൂഷ നയിക്കും. ഇവാഞ്ചലിസ്റ്റ് ജോണി ജോൺ, കുഞ്ഞുമോൻ, ജിജോ, ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ കൺവെൻഷന് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ഫെബ്രുവരി 6 മുതൽ എഴുമറ്റൂരിൽ ജനറൽ കൺവെൻഷൻ. ഫെബ്രുവരി 6 മുതൽ എഴുമറ്റൂരിൽ ജനറൽ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ്റർനാഷണൽ ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ 2025 ഫെബ്രുവരി 6 മുതൽ 9 വരെ മേത്താനം എബനേസർ സ്റ്റേഡിയത്തിൽ നടക്കും. പ്രസിഡന്റ് റവറൻഡ് സുഗു K തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ എബി എബ്രഹാം, അനീഷ് കാവാലം, രാജു മേത്ര എന്നിവർ പ്രസംഗിക്കും. കൺവെൻഷനിൽ പാസ്റ്റേഴ്സ് കോൺഫറൻസ്, വുമൺ ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ, യുവജന വാർഷികം, സ്നാന ശുശ്രൂഷ എന്നിവ നടക്കും. ചർച്ച് ഓഫ് ഇൻ്റർനാഷണൽ കൊയർ ഗാനങ്ങൾ ആലപിക്കും. 9-ാം തീയതി നടക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും. ഡിസംബർ 5 മുതൽ നെടുങ്കണ്ടത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇടുക്കി സെൻട്രൽ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ഇടുക്കി സെൻട്രൽ കൺവെൻഷൻ മഹത്വം 2024 എന്ന പേരിൽ ഡിസംബർ 5 മുതൽ 8 വരെ നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ഇടുക്കി സെൻട്രൽ ശുശ്രൂഷൻ പാസ്റ്റർ ഷാജി ഇടുക്കി ഉദ്ഘാടനം നിർവഹിക്കും. ദൈവസഭ കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റജി മുഖ്യാതിഥിയായിരിക്കും. പാസ്റ്റർ പ്രിൻസ് തോമസ്, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ ഷിജു ആൻ്റണി, പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ, പാസ്റ്റർ ജിബിൻ PR എന്നിവർ വിവിധ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കും. ഡിസംബർ 6-7 തീയതികളിൽ പകൽ പവർ കോൺഫറൻസും 8 ഞായറാഴ്ച രാവിലെ 9 സെൻട്രലിലെ സഭകളുടെ സംയുക്ത സഭായോഗവും തിരുവത്താഴ ശുശ്രൂഷയോടെ നടക്കും. സംയുക്ത സഭായോഗത്തിൽ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റജി മുഖ്യ സന്ദേശം നൽകും. ബ്രദർ അലക്സ് കട്ടപ്പന നയിക്കുന്ന അബ്ബ വർഷിപ്പ് ബാൻഡും ചർച്ച് ഓഫ് ഗോഡ് ഇടുക്കി സെൻട്രൽ കൊയറും ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കൺവെൻഷൻ്റെ നടത്തിപ്പുകൾക്കായി പാസ്റ്റർ ഷാജി ഇടുക്കി ജനറൽ കൺവീനറായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. അബ്കോണും എക്സൽ VBSും ചേർന്നുള്ള ത്രിദിന ഓൺലൈൻ ക്യാമ്പ് ഡിസംബർ 16 മുതൽ. അബ്കോണും എക്സൽ VBS ചേർന്നുള്ള ത്രിദിന ഓൺലൈൻ ക്യാമ്പ് ഡിസംബർ 16 മുതൽ. അബുദാബി പെന്തക്കോസ്റ്റ് ചർച്ച് കോൺഗ്രിഗേഷൻ എക്സൽ VBSും ചേർന്ന് സംഘടിപ്പിക്കുന്ന ത്രിദിന അഹവ ഓൺലൈൻ ക്യാമ്പ് ഡിസംബർ 16 മുതൽ 18 വരെ നടക്കും. 3 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. ക്രിസ്തുവിലുള്ള നമ്മുടെ അടിത്തറ ദൃഢവും മാറ്റമില്ലാത്തതുമായി തുടരുന്നുവെന്ന് നമ്മുടെ അടുത്ത തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ക്ലാസ്സുകളാകും നടക്കുക. വ്യൂലോ മിനിസ്ട്രീസ് ഇന്ത്യ വയനാട് ഗോസ്പൽ ഫെസ്റ്റ് 2025 ജനുവരി. വ്യൂലോ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 31 മുതൽ ഫെബ്രുവരി 1 വരെ പനമരം ടൗണിൽ ദിവസവും വൈകിട്ട് 6 മണി മുതൽ വയനാട് ഗോസ്പൽ ഫെസ്റ്റ് 2025 ബൈബിൾ കൺവെൻഷൻ നടക്കും. ഇവാഞ്ചലിസ്റ്റ് റോയ് വ്യൂലോ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ ഷിബിൻ ജി സാമുവൽ എന്നിവർ പ്രസംഗിക്കും. പോൾസൺ കണ്ണൂർ, സോജൻ മീനങ്ങാടി, പാസ്റ്റർ ശരത് കുമാർ വയനാട്, സണ്ണി നിലമ്പൂർ എന്നിവർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ ശരത് കുമാർ, ബ്രദർ ജോയി, ബ്രദർ പൗലോസ് എന്നിവർ കൺവീനേഴ്സായിട്ടും പാസ്റ്റർ ശശി പോൾ കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നു. അക്രമം അവസാനിക്കാതെ മണിപ്പൂർ. മേധേ സംഘം 14 വീടുകൾക്ക് തീയിട്ടു. മലിനവായുവിൽ ശ്വാസം മുട്ടി ഡൽഹി. വായു ഗുണനിലവാരം 500-ന് മുകളിലെത്തി.
76ാമത് WME കൺവെൻഷൻ കരിയംപ്ലാവിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. താൻസി ഹോസ്പിറ്റലിൽ തീപിടുത്തം, 7 കുഞ്ഞുങ്ങളെ രക്ഷിച്ച യാക്കൂബ് മൻസൂരിക്ക് സ്വന്തം ഇരട്ടകളെ നഷ്ടമായി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൈമാറി. IPC എബനേസർ അജ്മാൻ ആൻഡ് എബ്രോൻ മെൽക്കോയിൻ 4ാമത് സംയുക്ത വാർഷിക കൺവെൻഷൻ. ഫെബ്രുവരി 6 മുതൽ എഴുമറ്റൂരിൽ ജനറൽ കൺവെൻഷൻ. ഡിസംബർ 5 മുതൽ നെടുങ്കണ്ടത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇടുക്കി സെൻട്രൽ കൺവെൻഷൻ. അബ്കോണും എക്സൽ VBSും ചേർന്നുള്ള ത്രിദിന ഓൺലൈൻ ക്യാമ്പ് ഡിസംബർ 16 മുതൽ. ബ്യൂലോ മിനിസ്ട്രീസ് ഇന്ത്യ വയനാട് ഗോസ്പൽ ഫെസ്റ്റ് 2025 ജനുവരി. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.